ഹലോ എവരി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ദാ ചിങ്ങ ഒന്നായിട്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞങ്ങളുടെ മിതൂട്ടിയുടെ ജന്മമാസം കൂടെയാണ് കേട്ടോ. മിതൂട്ടി അങ്ങനെ 2 വയസ്സാകാൻ പോവാം. ഞങ്ങൾ രാവിലെ ഞാനും മിതൂട്ടിയും കൂടെ കുളിച്ച് കഴിഞ്ഞിട്ട് എന്താ, അവന് താഴെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കത്തില്ല. ഞാൻ അവനെ എടുത്തുകൊണ്ട് വിളക്ക് കത്തിക്കണം. പിന്നെ അവനെ വിളക്ക് കത്തിക്കാനായിട്ടത് ഞാൻ എടുത്തുകൊണ്ട് വിളക്ക് കത്തിക്കുമ്പം അവന് തീപ്പെട്ടി വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ സാമ്പ്രാണി കത്തിക്കുമ്പോൾ അവന് സാമ്പ്രാണി വേണം. അങ്ങനെ വാശി ചില്ലറയൊന്നും അല്ല, നല്ല വാശിയാണ്. അങ്ങനെ അവനിതാ സാമ്പ്രാണി, എനിക്ക് പേടിയാണ് കേട്ടോ അത് സാമ്പ്രാണി. ഇനി ഒന്നാമത് അതിൽ കത്തിക്കുമ്പോഴേ എങ്ങാനും പൊള്ളുമോ എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് കണ്ട അത് കത്തിച്ച് വെച്ചു. അതിനുശേഷം എന്താ, അവന് കുറച്ചു നേരം പ്രാർത്ഥിക്കും. ഞാനും അരുണുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടേ അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊറുക്കും ഓരോന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ, അവൻ അവിടെ നിന്നിട്ട് കുറച്ചു നേരമൊക്കെ നിന്ന് പ്രാർത്ഥിക്കും, തൊട്ടുകൊഴുവേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളപ്പോൾ ഇന്ന് രാവിലെ അതാ പരിപാടി, വിളക്കൊക്കെ കത്തിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അമ്പലത്തിലൊക്കെ പോകും, പിന്നെ തലേദിവസം തുടയ്ക്കുകയൊക്കെ ചെയ്യത്തില്ലേ. ഇവിടെ പിന്നെ ഞാൻ ചില ഒന്നാം തീയതികളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിങ്ങ ഒന്നായതുകൊണ്ട് അങ്ങനെ രാവിലെ കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ടാ ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിതുക്കുട്ടിക്ക് പൂരി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, വെറുതെ എന്തിനാ ഒരു 2 പരിപാടി, എല്ലാവർക്കും കൂടെ അങ്ങ് പൂരി ആയാലോ എന്ന്. ആദ്യത്തെ പൂരി ഫ്ലോപ്പായെങ്കിലും പിന്നീടുള്ള എല്ലാ പൂരിയും പൊങ്ങി വന്നു കേട്ടോ. ഈ പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു. പക്ഷേ പൊങ്ങി വന്നത് ഞാൻ പൂരി മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കി. ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനായിരുന്നു ഇരുന്നിരുന്നത്, പക്ഷേ പൂരിയാക്കി. മിതുക്കുട്ടിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, അതുകൊണ്ട് പൂരി ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ നല്ല രസത്തിൽ പൊങ്ങിയൊക്കെ വന്നു. പിന്നെ ഇത് കഴിക്കാനടുത്ത് കുറേ താമസിച്ചു കേട്ടോ, അതുകൊണ്ട് അതെല്ലാം ചൊങ്ങിപ്പോയതാണ്. പിന്നെ നല്ല കാപ്പിയും മുട്ടക്കറിയും പൂരിയും കൂടെ ഞങ്ങൾ രാവിലെ കഴിച്ചു. അപ്പം മിതുക്കുട്ടിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കിന് അവനും വേണം. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് കോഫി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവന് പൂരിയൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്നിതാ പെട്ടെന്നൊരു പ്ലാൻ ഇട്ട് അങ്ങനെ ഞങ്ങളിതാ അബുദാബിക്ക് പോവാം. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അരുണിന് അവധിയാണ്. അപ്പോൾ പോവണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ അബുദാബിക്ക് പോകാമെന്ന്. അബുദാബി ഞങ്ങളുടെ ഒരു കസിനുണ്ട്, അപ്പം കസിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങളിതാണ്ട് ഇറങ്ങി. അപ്പോൾ എന്നത്തെ പോലെ തന്നെ മിതുക്കുട്ടിക്ക് ആദ്യം ഇറങ്ങണം. അവൻ ആദ്യം ഇറങ്ങി അവൻ ഓടിപ്പോയി ലിഫ്റ്റ് പ്രസ് ചെയ്ത് അവിടെ നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി അവൻ അവിടെ കിടന്ന് വാശി പിടിക്കുക. എന്നിട്ട് അവൻ ഒറ്റ ഓട്ടം ഓടും അവിടുന്ന്. എനിക്കാണെങ്കിലോ പേടി, ഞാൻ അവൻ്റെ പുറകെ ഓടും. അങ്ങനെ ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ അബുദാബി പോയി, അവിടെയൊക്കെ കറങ്ങി, അവിടെ കുറേ സ്ഥലമൊക്കെ കാണണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങിയപ്പം തന്നെ സമയം നല്ല പോലെ വൈകി. ഒരു 4-5 മണിയോളം അടുപ്പിച്ചായി ഇറങ്ങിയപ്പോഴത്തേക്കിന്. ഇറങ്ങിയതോ അപ്പം പൂരിയും മുട്ടക്കറിയും കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് മിതു മാത്രം ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങളപ്പം രാവിലെ പോകാനുള്ള ഒരുക്കോ അതും ഇതൊക്കെ ആയതുകൊണ്ട് കഴിക്കാനൊക്കെ വൈകി. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് KFCക്ക് ഇവിടെ ഓഫറുണ്ടല്ലോ, അപ്പം ഓൺലൈൻ വഴി വെറുതെ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങളിതാ KFCക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. ആൾക്ക് നേരെ ബേബി ചെയർ കിട്ടി, അവൻ നേരെ അതിൽ കയറിയിരുന്ന് അവനും വെയിറ്റ് ചെയ്യുക ഫുഡിന് വേണ്ടി. അങ്ങനെ KFC ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുക. പക്ഷേ നല്ല പോലെ സമയം വൈകി കേട്ടോ. എങ്കിലും വീക്കെൻഡ് അല്ലേ, അവധിയല്ലേ, ആഘോഷിച്ചേ പോകത്തുള്ളൂ. മിതു ഇത് അധികം ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഒന്ന് കഴിക്കും, പിന്നെ ബർഗറിലെ ബണ്ണ് കഴിക്കും, അത്രേ ഉള്ളൂ. മിതുവിന് പെപ്സി ഒന്നും കൊടുക്കത്തില്ല, അവൻ കുഞ്ഞാണല്ലോ. പോകുന്ന വഴി ഞാൻ ബ്യൂട്ടി പാർലറിൽ കയറി വന്ന് ത്രെഡൊക്കെ ചെയ്തു. അപ്പോൾ പോയിട്ട് വരാം, ബൈ.